ആ വണ്ടി എടുത്ത് മാറ്റ്. പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോ തന്റെ ആക്സിൽ ഒടിഞ്ഞത്? അതിന് ആക്സിലിന് അറിയില്ലല്ലോ ഇത് കൊച്ചമ്മയുടെ വീടാണെന്ന്. ഓഹോ, ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നീ പുതിയ പൂവാലന്മാരെ തപ്പി ഇറങ്ങിയതാ? ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടായാലും മലയാളം സംസാരിച്ചിട്ടായാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ബന്ധപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണ്. രണ്ടെണ്ണുണ്ടോ? ഒന്ന് മതിയേ. ഇത് മറ്റേ ചപ്പത്തിനുള്ള മാങ്ങയാണ്. തന്നെയല്ലേ? താങ്ക് യു. എന്താണ് പേര്? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അതെ. എത്ര വയസ്സായി? വരുന്ന ചിങ്ങത്തില് 42 നടത്തും. ചിങ്ങം വന്നില്ലെന്ന് ഈ 42 കിടക്കും. നിനക്ക് സിനിമയും പാട്ടും കൂട്ടൊന്നും വേണ്ട. ഞാനങ്ങനെയല്ല, ഒരു കലാഹൃദയമുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവിൽ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന്. കണ്ടി കണ്ടി അതിടാതെ വായിക്കും. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? അയ്യോ സാറേ, ഞാൻ വിചാരിച്ചു സാറ് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമായിരിക്കും. എടാ കൃഷ്ണ എന്ന് വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കും? ഞാൻ വിളിച്ചപ്പോ നീ എന്തെടുക്കായിരുന്നു? ഞാൻ വിളി കേൾക്കുകയായിരുന്നു. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് പറഞ്ഞ സംഭവമാണ്. എന്നിട്ട് എന്താ അവരെ കൊണ്ടെടുക്കണമെന്ന് നമ്മൾ കാണാത്തത്? ചിക്കൻ കഴിച്ചോന്ന് വെച്ചിട്ട് ചിക്കന്റെ എല്ലാം തോന്നിട്ട് നടക്കണമെന്നുണ്ടോ? പാർലമെന്റിലൊക്കെ പോകുമ്പോ പല പല ഭാഷകൾ സംസാരിക്കുന്ന MP മാരുണ്ടാവുക. അപ്പൊ അവരോട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണേ? അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അവരോടൊന്നും മിണ്ടാതിരുന്നാ മതി. എന്താടാ, എത്ര നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നറിയോ? ഇപ്പോഴാണോ നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയത്? ഞങ്ങള് വന്നത് അറിഞ്ഞില്ലായിരുന്നു. ആണോ? സൗണ്ട് ഒന്നും കേട്ടില്ല. സൗണ്ട് കേൾപ്പിച്ചോണ്ട് വരാൻ ഞാനെന്താ തീവണ്ടി വല്ലോ? ലൈഫില് ഒരാളെ ലൈഫ് കണ്ടിട്ട് എനിക്ക് ഇതേപോലെ അയാളെ ലൈഫാണ് ഒരു ലൈഫ്, എനിക്ക് അതേപോലെ ആ ലൈഫ് വേണം എനിക്ക്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും? എനിക്ക് അതേപോലെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്റെ തന്ത വേറെ, മറ്റുള്ളവരുടെ തന്ത വേറെ. എന്താ കാര്യം? നിന്റെ പേരെന്താ? നിന്റെ പേരാ? രണ്ടുപേരും ഇടി. ജോർജേ, പണ്ടേ വയലാറ് കവിത എഴുതിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പെരിയാറിന്റെ തീരത്തുള്ള ആലുവ റെസ്റ്റ് ഹൗസ്. അതുപോലെ തന്നെ ഈ ഇന്ദ്രിയ സയൻസ് ഉണ്ടല്ലോ, നാളത്തെ തലമുറ പറയും ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി കവിത എഴുതിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ചീത്തപ്പേരി റിസോർട്ട് വേണ്ട. എന്താണ് ഇങ്ങോട്ട് കൊച്ചിനെ കണ്ടോ? പ്രിയ, അത് എനിക്ക് ഓൾറെഡി സെറ്റ് ആയത്. നീ അതിന്റെ അപ്പുറത്തൊരു കുട്ടിയിലുണ്ട്, അനുപമ. നല്ല കുട്ടിയാ. ചെറിയൊരു കോങ്ങളുള്ളൂ, ഞാൻ സെറ്റാക്കിയത്. കോങ്ങളുള്ള വാപ്പാക്ക് സെറ്റാക്കി. കാപ്പി കാപ്പി കോഫി. ആറ്റിങ്ങലാണോ വീട്?